دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തശാഅലൂന ബിഹി വല്ലർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിതത്തെ വിമലീകരിച്ച് ആളുകൾക്ക് മാതൃകകളായി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ ശക്തമായ ഭാഷയിൽ വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസവും അതിലുണ്ടായിരുന്ന ജീർണതകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന കാലഘട്ടത്തിൽ തന്നെ അവർ ഹജ്ജ് ചെയ്യാറുണ്ടായിരുന്നു എന്നും അവരൊക്കെ വളരെയേറെ ഗൗരവമായി, അവരുടെ ചിന്തയിൽ വളരെ ഗൗരവമായി, വളരെ ആത്മാർത്ഥമായി ഹജ്ജ് ചെയ്തിരുന്നവരായിരുന്നു എന്നും ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് വരെ അഴിച്ചുമാറ്റി, ആ ഡ്രസ്സ് വരെ പാപമംഗലമാണ് എങ്കിൽ ആ ഡ്രസ്സുമായി അള്ളാന്റെ സന്നിധാനത്ത് വന്നിട്ട് കാര്യമില്ല എന്നവർ വിശ്വസിക്കാൻ മാത്രം അവർക്ക് ആ കാര്യത്തിൽ ജാഗ്രത ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടും എവിടെ അവർക്ക് ശിർക്ക് സംഭവിച്ചു പോയി, എവിടെയാണ് അവരിൽ ശിർക്ക് വന്നത്? അങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്ന ആളുകൾ പിന്നെയും മുശ്രിക്കുകളെന്ന് ഇസ്ലാമിനാൽ മുദ്ര കുത്തപ്പെട്ടത് എന്തുകൊണ്ട്? ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ സംസാരിച്ചത്. തുടർന്ന് നമുക്കതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇനിയുള്ള തുടർച്ചയായ ഖുതുബകളിൽ നമുക്ക് അവതരിപ്പിക്കാനുണ്ട്. എന്നാൽ ഇന്ന് വളരെ അടിയന്തിരമായി പ്രാധാന്യമർഹിക്കുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ ഖുതുബയിൽ ഉണർത്തണം എന്ന് തോന്നിയതുകൊണ്ട് പൊതുവായ ചില കാര്യങ്ങൾ നമ്മുടെ നാടുകളിലും പരിസരങ്ങളിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളിൽ ഇസ്ലാമിക സമൂഹത്തിന് അവബോധം നൽകുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള എല്ലാ ആളുകളിൽ നിന്നും, എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും, ജനപദങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചിന്തയും സ്വഭാവവും ഒക്കെ ഉള്ള ആളാണ് ഒരു മുസ്ലിം. എന്തൊരു കാര്യം ചെയ്യുന്നതും താൻ ചെയ്യുന്ന ഒരു അമല് തൻ്റെ സൃഷ്ടാവ് ഇഷ്ടപ്പെടുന്നതാണോ എന്ന് പരിശോധിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുമോ ഇല്ലയോ, ഞാൻ ഈ പ്രവർത്തനം ചെയ്താൽ എൻ്റെ നാഥൻ എന്നെ ഇഷ്ടപ്പെടുമോ, അതല്ലേ എൻ്റെ തമ്പുരാൻ എന്നെ വെറുക്കുമോ, പടച്ചവന് ഇഷ്ടമുള്ള കാര്യമാണോ ഇത്? ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നിങ്ങളെ ഒരാൾ വിശ്വസിച്ചാൽ ആ വിശ്വാസ്യത നിങ്ങൾ തിരിച്ചു കൊടുക്കണം. നിങ്ങളെ ഒരാൾ ചതിച്ചാലോ, റസൂലുള്ളാഹി പറയാണ്, ബുഖാരിയിലും മുസ്ലിമിലൊക്കെ കാണാം, നിങ്ങളെ ഒരാൾ വിശ്വസിക്കുന്നു, ആ വിശ്വാസ്യത നിങ്ങൾ അതുപോലെ തന്നെ നിർവഹിക്കുന്നു. എന്നാൽ നിങ്ങളൊരു വിഭാഗത്തെ വിശ്വസിക്കുന്നു, അവർ നിങ്ങളെ ചതിക്കുന്നു, തിരിച്ചു നിങ്ങൾക്ക് ചതിക്കാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ നിങ്ങളെ ചതിച്ചാലും
നിങ്ങൾ അവരെ ചതിക്കരുത്. നിങ്ങൾ അവരെ വിശ്വസിച്ച് അവർ നിങ്ങളെ ചതിച്ചാലും അവർ നിങ്ങളെ വിശ്വസിച്ചാൽ ആ വിശ്വാസ്യത നിങ്ങൾ തിരിച്ചേൽപ്പിക്കണം. ഇത് ഒരു മുസ്ലിമിന് ഉണ്ടാവേണ്ട ക്വാളിറ്റിയാണ് ഈ പറഞ്ഞത്. നിങ്ങൾ എന്ന് റസൂൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മുസ്ലിമീങ്ങളെയാണ്, സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളെയാണ്. ഇപ്പൊ നമുക്കറിയാം, തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണമെന്ന് പറഞ്ഞു. അവർ തിന്മ ചെയ്യുന്നില്ല എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല, അവർ തിന്മ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ആ തിന്മ ചെയ്യുമ്പോഴും നിങ്ങൾ അവരോട് തിരിച്ച് നന്മ ചെയ്യണമെന്നാണ് അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമുക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു സമൂഹം കടന്നു പോകുന്നു, ഒരു നാട് കടന്നു പോകുന്നു, ഒരു മഹല്ല് കടന്നു പോകുന്നു, ചില വ്യക്തികൾ കടന്നു പോകുന്നു, അല്ലെങ്കിൽ ചില പാർട്ടികൾ കടന്നു പോകുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴും ഈമാനുള്ള ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിന്റെ ഏത് മേഖല തരണം ചെയ്യുമ്പോഴും ഒരു നടത്തത്തിൽ പോലും ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാൻ, ഒരുപാട് കാര്യങ്ങൾ, പല കാര്യങ്ങളും, പല വിഷയങ്ങളും. അപ്പം അതിൽപ്പെട്ട 2-3 പ്രധാനമായ കാര്യങ്ങളിൽ ഒന്ന്, ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, കോട്ടയത്ത് ഒരു വാഹന അപകടം ഉണ്ടായി. എല്ലാവരും ആ വാർത്ത വായിച്ചിട്ടുണ്ടാവും, നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ആ വായനയിൽ നിന്ന് കുറെ ആളുകൾ മരിച്ചു. ഇതൊരു വലിയ പാപമാണ്, വലിയൊരു സംഭവമാണ്, കഷ്ടമായിപ്പോയി, സങ്കടകരമായിപ്പോയി. ആ കുടുംബത്തിന്റെ ദീനരോധനങ്ങൾ നമ്മുടെ കർണപുടങ്ങളിൽ വന്നടിക്കുന്നുണ്ട്. ചാനലുകളിലൂടെ അത് നേരിട്ട് അവിടെ പോയി കണ്ടവരുണ്ട്, ചാനലിലൂടെ കണ്ടവരുണ്ട്, പത്രധാര വായിച്ചവരുണ്ട്. ഓരോരുത്തരുടെയും മനോതലം വ്യത്യസ്തമായിരിക്കും, അത് എഫക്റ്റ് ചെയ്തിട്ടുള്ളത് വ്യത്യസ്തമായിരിക്കും. ചില ആളുകൾക്ക് ഡ്രൈവറോട് കോപമുണ്ടാവും, അല്ലെങ്കിൽ മറ്റു പലതിനോടും, പല വ്യവസ്ഥകളോടും, നാടിന്റെ നിയമങ്ങളോട്. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അത് അന്നത്തെ ഡിപ്പാർട്ട്മെന്റ് വളരെ ഗൗരവമായി ചർച്ച ചെയ്യും, പത്രങ്ങൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്യും, രാഷ്ട്രീയക്കാർ വളരെ ഗൗരവമായി ചർച്ച ചെയ്യും. ഇനി അങ്ങനെ ഉണ്ടാവരുത് എന്ന് പറയും, ആ ആളെ അറസ്റ്റ് ചെയ്തു എന്ന് പറയും, കുറെ നിയമങ്ങൾ പാസ്സാക്കി എന്ന് പറയും. പിന്നെ അടുത്ത ആഴ്ച വീണ്ടും വരുമ്പോൾ അന്നും ഇത് പറയും, പിറ്റേന്നും ഇത് പറയും. 11 ആൾ മരിച്ചാലും 1001 ആൾ മരിച്ചാലും 11,010 ആൾ മരിച്ചാലും സർക്കാർ അങ്ങനെ പറയും, നിയമം അങ്ങനെ പറയും, നിയമം അങ്ങനെ പോകും. പക്ഷെ ഒരു മുഅ്മിനായ, എന്നെ വളരെ വേദനിപ്പിച്ച, ആ 10 പേര് മരിച്ചതിനേക്കാൾ എന്നെ വേദനിപ്പിച്ച ഒരു സംഭവം, ആ സമൂഹത്തിൽ ഉണ്ടായ ഒരു സംഭവം ഞാൻ എടുത്ത് ഉദ്ധരിക്കാൻ. ചെറിയൊരു സംഗതിയാണ്, പക്ഷെ ഇസ്ലാം അതിനെ വളരെയേറെ, ഇപ്പം നിങ്ങൾ നോക്കൂ, ആഗോളതാപനം, ഗ്ലോബൽ വാർമിംഗ് വലിയൊരു പ്രശ്നമായി ഇന്ന് എടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ലോകത്തിലെ തന്നെ വൻനഗരങ്ങൾ, ഇന്ത്യയിലെ മാത്രമല്ല വൻനഗരങ്ങൾ 1 മണിക്കൂർ ലൈറ്റ് അണച്ചു പ്രതിഷേധിച്ചു. എല്ലാ നാടുകളിലും, എല്ലാ രാജ്യങ്ങളിലും എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിധം. എന്തിന്? ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി. അപ്പൊ നമുക്കറിയാം, കോട്ടയത്ത് ഈ പുഴയിൽ മരിച്ച ആളുകൾക്ക് വേണ്ടി, അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി തെരച്ചിൽ നടന്നപ്പോ ഏറ്റവും കൂടുതൽ ആ മേഖലയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുങ്ങൽ വിദഗ്ധന്മാരെ, അതുപോലെ തന്നെ ഫയർ സർവീസ് പ്രവർത്തിച്ചവരെ, പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയൊക്കെ ആശങ്കാകുലരാക്കിയ ഒരു രംഗം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്നറിയോ? മാട്ടിറച്ചി കടയിൽ നിന്നുള്ള ഇറച്ചി പാക്ക് ചെയ്ത് പ്ലാസ്റ്റിക്കിലാക്കി കൊണ്ടുവന്ന് പുഴയിൽ തള്ളിയിട്ട് ഇത് മനുഷ്യനാണോ അപകടത്തിൽപ്പെട്ടവരാണോ എന്താണിത് എന്ന് തിരിച്ചറിയാനാവാത്ത വിധം ഒരുപാട് പ്ലാസ്റ്റിക് ചാക്കുകളിൽ കോഴിയുടെ അവശിഷ്ടങ്ങൾ, പോത്തിന്റെ, കാളയുടെ അവശിഷ്ടങ്ങൾ. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നവരാരാ? ഇവിടുത്തെ മുസ്ലിമീങ്ങളാണ്. അല്ലെ, ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഒരു സമൂഹത്തിൽ ഈ വേസ്റ്റുകൾ സംസ്കരിക്കുന്നിടത്ത്, ഉപേക്ഷിക്കുന്നിടത്ത് ഒരു ദാക്ഷിണ്യവുമില്ല. നിങ്ങൾ ഹൈവേ പോയി നോക്കൂ, ഹൈവേകളുടെ നടുറോട്ടിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ഓരോ വണ്ടികളിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഹൈവേയുടെ ഓരങ്ങളിൽ, എന്നിട്ട് ദുർഗന്ധം വമിച്ച്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയോ, ഉള്ളി അസ്ലിയായി അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. ഉള്ളി എന്ന് പറയുന്നത് അതുപോലും തിന്ന് അതിന്റെ ഗന്ധവുമായി പള്ളിയിൽ വരുന്നത് വിലക്കിയിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം. അപ്പൊ മാട്ടിറച്ചി കടയിൽ നിന്നും ഉപേക്ഷിക്കുന്ന ഈ നിക്ഷേപങ്ങൾ ആശങ്കാകുലരാക്കിയിരിക്കുന്നു. പുഴ നിറയെ കൊണ്ടുവന്ന് തള്ളിയിരിക്കുകയാണ്. പ്രകൃതിയുടെ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണം കൊണ്ട് വളരെ വൃത്തികെട്ട ഈ മാലിന്യങ്ങൾ കടലിലും പുഴകളിലും ഉപേക്ഷിക്കുന്നത് കൊണ്ട് ഒരുപാട് മണിക്കൂറുകൾ അതിനുവേണ്ടി ചെലവഴിച്ചു എന്നാണ്. എന്തിന്? ഇത് മനുഷ്യരെന്നെയാണോ, ഇതെന്താണ്, എന്തിന്റെ മാംസമാണ്, എന്താണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഓരോ ചാക്ക് കണക്കിന് എന്താ ഇത് സംഭവിച്ചതെന്നറിയാതെ ആശങ്കാകുലം. ഞാൻ ആ റിപ്പോർട്ടുകൾ വായിച്ച കൂട്ടത്തിൽ എന്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ നോട്ട് ചെയ്തു. ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പറയാൻ, ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരുന്നത്. ഇത് വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ ചെയ്തികൾ മാനവരാശിക്ക് തിന്മയായി ഭവിക്കാം.